Okay, current electricity ഒരു question ആണ്. A wire of resistance X ohm is gradually stretched till length becomes twice its original length. If its new resistance becomes 40 ohm, find the value of X. Okay, നമുക്ക് ഇവിടെ റെസിസ്റ്റൻസും ലെങ്ത്തും ഒക്കെ കണക്ട് ചെയ്യുന്ന റിലേഷൻ ഉണ്ട്. റെസിസ്റ്റൻസ് R is equal to rho into L by A. Okay, ഇനി ഇവിടെ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. A wire of resistance X ohm is gradually stretched. അപ്പോൾ ഇതിന്റെ ആദ്യം ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് ആണ് എന്ത് X. സോ നമുക്ക് എന്ത് എഴുതാം? X is equal to rho L by A. ഇനീഷ്യൽ ലെങ്ത് ആണ് L. ഇനീഷ്യൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A. ഓക്കെ, ഇനിയുള്ളത് ഈ ലെങ്ത് ഈ വയർ സ്ട്രെച്ച് ചെയ്യുന്നു. എത്ര? ട്വൈസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. അപ്പോൾ പുതിയ ലെങ്ത് എന്ന് പറയുന്നത് L dash is equal to എന്ത് എഴുതാം? 2L എന്ന് എഴുതാം. ഈ വയർ തന്നെയാണ് സ്ട്രെച്ച് ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റിവിറ്റിക്ക് എന്തില്ല? ചേഞ്ച് ഇല്ല, സെയിം റെസിസ്റ്റിവിറ്റി ആണ്. ടെമ്പറേച്ചറും പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും പറഞ്ഞിട്ടില്ല. സോ റെസിസ്റ്റിവിറ്റി ക്യാൻ ബി ടേക്കൺ ആസ് എ കോൺസ്റ്റന്റ് വിച്ച് ഇസ് സെയിം. ഇഫ് ഇറ്റ്സ് ന്യൂ റെസിസ്റ്റൻസ് ബിക്കംസ് 40 ഓം, പുതിയ റെസിസ്റ്റൻസ് 40 ഓം ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. എക്സ് എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വയർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വോള്യം, ടോട്ടൽ വോള്യം എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ബിഫോർ എക്സ്പാൻഷൻ എന്തായിരുന്നോ വോള്യം ഉണ്ടായിരുന്നത് അത് തന്നെയായിരിക്കും ആഫ്റ്റർ എക്സ്പാൻഷനും ഉണ്ടാവുന്നത്. ഓക്കെ, വോള്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് ആണ്. ദാറ്റ് ഈസ് ബിഫോർ എക്സ്പാൻഷൻ. പുതിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ഡാഷും ലെങ്ത് എന്തായിട്ട് കൊടുക്കാം? എൽ ഡാഷും ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എൽ ഡാഷ് എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എൽ ഡാഷ് ഇസ് ഈക്വൽ ടു എന്താ നമുക്ക് തന്നിട്ടുള്ളത്? 2L ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടീഷൻ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ AL is equal to A dash into 2L എന്ന് വരും അല്ലേ? ഇവിടെ രണ്ട് സൈഡിലും L ഉണ്ട്. L നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ള എന്താ? A ഡാഷിന്റെ റിലേഷൻ അപ്പോൾ നമുക്ക് അതിന് കിട്ടും. A dash is equal to എന്താണ് വരുന്നത്? A by 2 ആണെന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ R dash is equal to rho L dash by A dash ആണ്. ദാറ്റ് ഈസ് rho into L ഡാഷിന് പകരം 2L by A ഡാഷിന് പകരം A by 2. ദാറ്റ് ഈസ് 4 rho L by A. ഈ by 2 മുകളിലേക്ക് വരുമ്പോൾ ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ ആണെങ്കിൽ മുകളിലേക്ക് വരും. സോ 4 times rho L by A ആണ്. അതിന്റെ വാല്യൂ ആണ് എന്ത്? R dash which is 40 ohm തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ what is rho L by A? ഇതിന് rho L by A is equal to എന്താ കിട്ടുക? 40 by 4 കിട്ടും, 10 ohm കിട്ടും. ഈ rho L by A ആണ് ആര്? എക്സിന്റെ വാല്യൂ. സോ എക്സ് is equal to എത്രയാണ് വരുന്നത്? 10 ohm ആണ് വരിക. ഓക്കെ.